ഇന്ന് ഔലിയാക്കളുടെ കുപ്പായമിട്ട് പച്ച പുതച്ചിട്ട് കയ്യിൽ 50 മോതിരം ഇട്ടിട്ട് യാഹൂ കളിച്ചുകൊണ്ട് കള്ളത്തരീക്കത്തിന്റെ വ്യാജ ശൈഖായിട്ട് നിലകൊള്ളുന്നതാകുന്ന ആളുകളെ പരിശോധിക്ക്. ഒരു വഖത്ത് പോലും നിസ്കാരമില്ലെന്ന് മാത്രമല്ല, കാണാത്ത സിനിമകളില്ല, പോകാത്തതാകുന്ന പാർക്കില്ല, മാളില്ല, ബീച്ച് റോഡുകളില്ല. എല്ലാ കള്ളത്തരങ്ങൾക്കും കൂട്ടുപിടിക്കുകയും ജനങ്ങളുടെ കയ്യിലുള്ള സമ്പാദ്യം മുഴുവനും അടിച്ചു മാറ്റാനുള്ള ഹിക്മത്തുകളുമായി ഇറങ്ങിത്തിരിച്ചിട്ടുള്ള കാപട്യത്തിന്റെ വാഹകരായി നിലകൊള്ളുന്ന ആളുകളെ ഈ ഉമ്മത്ത് ജാഗ്രതയോടുകൂടി തിരിച്ചറിയണം. നമ്മുടെ ഇഫ്രാത്തും പാടില്ല, തഫ്രീത്തും വേണ്ട എന്ന് പറഞ്ഞാൽ സുന്നിയാകുമ്പോ കറക്റ്റ് 100-ൽ നിന്നാ മതി. 110-ലേക്കും പോകരുത്, 90-ലേക്ക് നിൽക്കണ്ട, കറക്റ്റ് ആയിരിക്കണം. എല്ലാ തരികിടകളെയും നമ്മൾ തിരിച്ചറിയണം. നിസ്കാരം ഇല്ലാത്തതാകുന്ന പിരിവന്മാരും അതും ഇതൊക്കെ ഉള്ള തരികിട ടീംസ് ഉണ്ട്, കള്ളത്തൊരീക്കത്തുകൾ, വ്യാജ ശൈഖന്മാർ, ഒരൊറ്റ വഖത്ത് പോലും ഇല്ല. യഥാർത്ഥ വലി എന്ന് പറഞ്ഞാൽ ആരാൻ? അൽ വലിയു അൽ ആരിഫു ബില്ലാഹി ഹസ്ബമാ യുംകിനു അൽ മുവാദിബു അല ത്വാആതി അൽ മുജ്തനിബു അനിൽ മഹ്ദൂറാതി മിനൽ ലഹവാതി വശഹവാതി വൽ ഹഫവാത്. മാമിങ്ങൾ മുഴുവനും ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി. ഫത്ഹുൽ ബാരിയിൽ കാണാം, ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്നു, ആരാണ് വലി? വലി എന്ന് പറഞ്ഞാൽ യഥാർത്ഥ തഖ്വയുടെ ആളാണ്. നല്ല അറിവിന്റെ ആഴം തീർത്തിട്ടുള്ള വ്യക്തിക്ക് വലി എന്ന വാക്ക് തന്നെ പറയാൻ പറ്റും. മാത്രമല്ല അൽ മുവാദിഉ അല ത്വാആത്ത്, ഒരൊറ്റ വഖത്ത് പോലും ഒഴിയില്ലെന്ന് മാത്രമല്ല, കറക്റ്റായി അവ്വൽ വഖത്തിൽ നമസ്കരിക്കുന്ന, നോമ്പുകൾ കൃത്യമായി നോറ്റുവീട്ടുന്ന, ഇബാദത്തുകൾക്ക് കണിശത വെക്കുന്ന, സുന്നത്തായ നമസ്കാരങ്ങൾ പോലും വിടാതെ പരിപൂർണമായി ശ്രദ്ധ ചെലുത്തി രാത്രിയിൽ തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് പടച്ചറബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലകൊള്ളുന്നതാകുന്ന വ്യക്തിക്ക് വലിയ എന്ന വാക്ക് തന്നെ പറയാൻ പാടുള്ളൂ എന്ന് ഉലമാക്കൾ പറയാണ്. നമ്മൾ വലിയ എന്ന് പറഞ്ഞാൽ മഴയത്ത് ഒരു സൈഡിൽ ഇരുന്നിട്ട് വലിക്കുന്നവനെ പറയും ദാ വലിയ എന്ന് പറയും. അത് വേറെ വലിയ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മള് കഞ്ചാവ് അടിക്കുന്നവനെയും സിഗരറ്റ് വലിക്കുന്നവരെയൊക്കെ വലിയാക്കിയിരിക്കുകയാണ്. ഈ അടുത്തൊരു വീഡിയോ നാളെ കണ്ടിറങ്ങി, ഒരുത്തന് ഇവിടെ 5 വിരലിനിടയിൽ ഓരോ സിഗരറ്റ് വെച്ചിരിക്കുക, എന്നിട്ട് ഇങ്ങനെ വലിക്കുന്നു. ഇതിന്ന് 5-ന്നും പുക പോകുന്നുണ്ട്. അവന്റെ കാല് തിരുമ്മി കൊടുത്തോണ്ട് കുറെ പേര് ഇരിക്കുക. ആലോചിച്ച് നോക്ക്. ഇങ്ങനത്തെ കള്ള ശൈഖന്മാര്, വ്യാജന്മാർ സമൂഹത്തിൽ ഇന്നുമുണ്ട്. നമ്മുടെ സമുദായത്തിൽ പല ആളുകളും, സാധുക്കൾ, സ്ത്രീകളടക്കം അവരുടെ കൈവശം കൊണ്ടുപോയി സമ്പത്ത് കൊടുത്തിട്ട് അവരുടെയൊക്കെ ദീൻ നഷ്ടപ്പെടുത്തി കളയാൻ. അപ്പൊ യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിനെ യഥാർത്ഥത്തിൽ വിരുദ്ധമായി ജനങ്ങളെ, ബിദ്അത്തിന്റെ ആളുകൾ ഇവരെയൊക്കെ കാണിച്ചിട്ട് പറയും, കണ്ടോ സുന്നികളാകുന്ന ആളുകൾ ഇവരുടെ പിന്നിലാണ്. ഇവരല്ല യഥാർത്ഥ സുന്നികൾ. നമ്മൾ അഹ്ലു സുന്നയുടെ യഥാർത്ഥ ഉലമാക്കൾ തിരിച്ചറിഞ്ഞു. നിങ്ങൾക്കൊരു വിലായത്തിന്റെ തലം തീർത്ത വ്യക്തിയാണ് ഞാൻ ചൂണ്ടുന്നത്. നിങ്ങൾക്ക് ഡെയിലി ഒരു ഫാത്തിഹ ഓതിയാൽ ജീവിതത്തിൽ വിജയം കിട്ടാൻ, നിദാനമാകുന്ന ആലങ്കോട് നിവാസികൾക്ക് ഏറ്റവും കൂടുതൽ ഖൈറുണ്ടാകാൻ കാരണക്കാരാണവർ. അള്ളാഹു കൊടുത്ത പൊരുത്തം നമുക്ക് നസീബാക്കട്ടെ. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കി, ഇന്നത്തെ സദസ്സ് മഗ്രിബ് കഴിഞ്ഞപ്പോഴേ ഇവിടെ സദസ്സ് നിറഞ്ഞു. ആളുകൾ നേരത്തെ സജ്ജരായി. കാരണം എന്തുകൊണ്ട്? സയ്യിദ് അവറുകളോടുള്ള ആദരവും ബഹുമാനവും, അവരോടുള്ളതാകുന്ന ആ ബഹുമാനം കാത്തു സൂക്ഷിച്ച് നേരത്തെ തന്നെ സജ്ജരാകുകയാണ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഈ കൂട്ടായ്മ അള്ളാഹു കബൂലാക്കട്ടെ. എല്ലാ അർത്ഥത്തിലും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ.